ഭാര്യയോടൊപ്പം സുഖിക്കണം. അതിന് ഭർത്താവിനെ കൊന്നിട്ട് ആ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞ് അഭിനയിച്ച ഭാര്യ സോഫിയ. മലയാളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ച ആ സംഭവം ഇങ്ങനെ. സ്വന്തം കുഞ്ഞിന്റെ അച്ഛനെ, ജീവന്റെ പാതിയായി മാറിയ ഭർത്താവിനെ കാമുകന്റെ സുഖത്തിനു വേണ്ടി ഇല്ലാതാക്കിയ സോഫിയ. മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ മൃതശരീരത്തിനു മുന്നിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ അഭിനയം കാഴ്ചവെച്ച സോഫിയ. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, സാമിന്റെ മരണം സോഫിയെ തകർത്തു കളഞ്ഞുവെന്ന്. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിസ്സഹായതയോടെ നോക്കിയിരുന്ന സോഫിയ തന്നെയായിരുന്നു സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. സാമും സോഫിയയും കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ഇഷ്ടത്തിലായിരുന്നു. ഇരുവരുടെയും തീവ്ര പ്രണയമായിരുന്നു. എന്നാൽ ഒരാളിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹമായിരുന്നില്ല സോഫിയയുടേത്. ഒരേ സമയം സാമിനൊപ്പം മറ്റൊരാളെയും സോഫിയ സ്നേഹിച്ചിരുന്നു. സാമിനെ സ്നേഹിക്കുമ്പോഴും ഒപ്പം അരുൺ എന്ന യുവാവിനെയും സോഫിയ സ്നേഹിച്ചുകൊണ്ടിരുന്നു. സാമും സോഫിയയും വിവാഹശേഷം ഓസ്ട്രേലിയയിൽ സെറ്റിലായി. എന്നാൽ സാമിനൊപ്പം ജീവിക്കുമ്പോഴും സോഫിയ കാമുകൻ അരുണുമായി ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടെ കാമുകൻ അരുൺ ഓസ്ട്രേലിയയിലേക്ക് എത്തുകയും ഇരുവരും കൂടുതൽ അടുക്കുകയും ഒരിക്കലും പിരിയാനാകാത്ത വിധം ബന്ധം തുടരുകയും ചെയ്തു. ഇതോടെ ഭർത്താവ് സാം ഇരുവർക്കും ഒരു ബാധ്യതയായി മാറി. അതോടെ കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവ് സാമിനെ കൊലപ്പെടുത്താൻ സോഫിയയും കാമുകൻ അരുണും കൂടി തീരുമാനിച്ചു. പല തവണ സാമിനെ കൊല്ലാൻ ഇവർ പല വഴികളും തേടുകയും എന്നാൽ എല്ലാത്തിൽ നിന്നും ഭാഗ്യം കൊണ്ടും സാം രക്ഷപ്പെടുകയുമായിരുന്നു. പുറത്തുവെച്ച സാമിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച ഇരുവരുടെയും പദ്ധതികളെല്ലാം പാളി. ഇതോടെ ഈ കൊലപാതകം നടത്താൻ ഭാര്യ സോഫിയ തന്നെ മുന്നോട്ട് വരികയും ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി സാമിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സാമിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുകയും മതാചാര പ്രകാരം സംസ്കരിക്കുകയും ചെയ്തു. സാമിന്റെ മൃതദേഹത്തിനരികിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പൊട്ടിക്കരയുന്ന സോഫിയെ കണ്ട ചുറ്റും നിന്നവർ പോലും ഉള്ളിൽ കരഞ്ഞു പോയിരുന്നു. എന്നാൽ പുറത്ത് സങ്കടം അഭിനയിച്ച് ഉള്ളിൽ കാമുകനൊപ്പമുള്ള ജീവിതം സ്വപ്നം കാണുകയായിരുന്നു സോഫിയ. സാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിന്റെ അംശം കണ്ടതോടെ പോലീസിന് സംശയം തോന്നി. കേസന്വേഷണം അതീവ രഹസ്യമായി അവർ തുടർന്നു. ഇതിനിടയിൽ ഓസ്ട്രേലിയയിൽ തിരികെ എത്തിയ സോഫിയ മറ്റൊരു വീട് വാടകയ്ക്കെടുക്കുകയും അവിടേക്ക് താമസം മാറുകയും ചെയ്തു. സോഫിയെ പിന്തുടർന്ന പോലീസ് സംഘം സാമിന്റേത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. അതിന് തെളിവായി കാമുകൻ അരുണിനൊപ്പം സോഫിയ സംസാരിച്ച 6000-ഓളം മണിക്കൂറുള്ള സംഭാഷണവും ലഭിച്ചു. ഇതോടെ ഇരുവരും പോലീസ് പിടിയിലാവുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിക്കുകയും ചെയ്തു. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ അരുണിന് 27 വർഷവും സോഫിയയ്ക്ക് 23 വർഷവും ശിക്ഷ ലഭിച്ചു. കോടതിയിൽ യാതൊരു പശ്ചാത്താപവും കാണിക്കാത്ത ഇരുവരുടെയും പെരുമാറ്റം കോടതി പോലും ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സോഫിയയ്ക്ക് 18 വർഷവും അരുണിന് 23 വർഷവും കഴിഞ്ഞ് പരോൾ അനുവദിക്കാനാകൂ എന്ന നിബന്ധനയോടെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. നല്ല പ്രായത്തിൽ കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ ഇല്ലാതാക്കിയ സോഫിയയുടെ ശിക്ഷ പൂർത്തിയാവുക 2041-ലാണ്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഒരു മലയാളിക്ക് 1/4 നൂറ്റാണ്ടിൽ കൂടുതൽ ജയിൽ ശിക്ഷ വിധിക്കുന്നത് ഇതാദ്യമാണ്.